നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്തയാഴ്ച ഉണ്ടായേക്കും. സിറ്റിംഗ് എംഎൽഎമാർക്ക് പുറമെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും പട്ടികയിൽ ഇടം പിടിക്കും. മലമ്പുഴയിൽ മത്സരസാധ്യത തള്ളാതെ വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറും രംഗത്തെത്തിയതോടെ ആകാംക്ഷ വർദ്ധിക്കുകയാണ്. ബി.ജെ.പിയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അനൗപചാരിക ചർച്ചകളിൽ പലതവണ ഉയർന്നുകേട്ട പേരാണ് വി.എ. അരുൺകുമാർ. കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം വി.എസിന്റെ നിര്യാണത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് അരുൺകുമാറിന്റെ പേരുയർന്നത്. എന്നാൽ വി.എസിന്റെ തട്ടകമായിരുന്ന മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ മുൻ പി.എ. സുരേഷ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന വിവരം പുറത്തുവന്നതോടെ അവിടെയും വി.എ. അരുൺകുമാറിന്റെ പേര് കേട്ടുതുടങ്ങിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത അരുൺകുമാറും തള്ളുന്നില്ല. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അറിയില്ല. മലമ്പുഴ അച്ഛൻ്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ. വി.എസിന്റെ മകൻ മത്സരിക്കാനെത്തിയാൽ താൻ പിന്മാറുമെന്ന് എ. സുരേഷ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ച പ്രഖ്യാപിച്ചേക്കും. സിറ്റിംഗ് എംഎൽഎമാർക്കൊപ്പം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും ഇടം പിടിച്ചേക്കും. എ.ഐ.സി.സി നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിലുണ്ട്. ബി.ജെ.പിയിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടേറുകയാണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയാണ് പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ചയായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.